ദൈവത്തിന് നമ്മുടെ പണം ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? ദൈവത്തിൻ്റെയാണ് സകലതും. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും, ദൃശ്യമായതും അദൃശ്യമായതും സകലതും ദൈവത്തിൻ്റെ വകയാണ്. നമ്മളും ദൈവത്തിൻ്റെ വകയാണ്. പിന്നെന്തിനാണ് നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ ദശാംശവും ഓഫറിങ്ങും ഒക്കെ കൊടുക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ റിലീജിയസ് സിസ്റ്റത്തിനകത്തും ഓഫറിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ മാത്രമല്ല. ഞാനത് പറയാൻ കാരണം, ഓഫറിങ്ങിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് പെന്തക്കോസ് സമൂഹവും പെന്തക്കോസ് പാസ്റ്റേഴ്സുമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത്. എന്നാൽ എല്ലാ ബിലീവിങ് സിസ്റ്റത്തിനകത്തും ഈ ഒരു ഓഫറിംഗ് സംവിധാനമുണ്ട്. ദശാംശം അല്ലെങ്കിൽ സ്തോത്രാഴ്ച, കാഴ്ചകൾ കൊടുക്കുക എന്നൊരു സംവിധാനമുണ്ട്. മറ്റിതര മതസ്ഥരിലാണ് ഏറ്റവും കൂടുതൽ ഓഫറിംഗ് നടക്കുന്നത്. നമ്മൾ എന്തിനാണ്, അതായത് ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നമ്മൾ എന്തിനാണ് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്? അതിന് ഒരു വലിയ കാതലായ രഹസ്യം ഉണ്ട്. അത് ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മൾ ആ രഹസ്യം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരാണ്. എന്നാൽ ഇത് അറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തെയും നമ്മൾ ഓണർ ചെയ്യുന്ന, ബഹുമാനിക്കുന്ന ഒരു പ്രവൃത്തിയായി തീരുവാൻ ഇടയാകും. ദൈവവചനത്തിൽ ഒത്തിരി വചനങ്ങളുണ്ട് ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച്. അതിൽ നിന്നും ഒരു വചനം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മലാഖി 3:10. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ വചനത്തിൽ ദൈവം ആവശ്യപ്പെടുകയാണ് ആലയത്തിലേക്ക് ദശാംശം കൊണ്ടുവരിക എന്ന്. എന്തിനാണ് ദൈവം അങ്ങനെ മനുഷ്യരോട് ദൈവം ആവശ്യപ്പെടുന്നത്? ദശാംശം ആലയത്തിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണ്? ആ വചനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ. ദൈവത്തിന് നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കേണ്ടതിനാണ് ദൈവം അത് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ദശാംശത്തിന്മേൽ അല്ലെ നമ്മുടെ നന്മയിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരണം? അതിൻ്റെ കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്തതിന് ശേഷം ദൈവം ആദമിനെയും ഹവ്വയെയും ഭൂമിയെയും സാത്താനെയും ശപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ശാപത്തിൻ്റെ കീഴിലാണ് സകല കാര്യങ്ങളും ഇപ്പോൾ ഇരിക്കുന്നത്. ശപിക്കപ്പെട്ട ഒരു ഭൂമിയിൽ. അതുമാത്രമല്ല, ദൈവവചനം പറയുന്നു ലോകത്തിൻ്റെ പ്രഭുവെന്ന് വിളിക്കുന്നത് സാത്താനെയാണ്. അപ്പോൾ സാത്താൻ്റെ അധീനതയിലുള്ള, സാത്താൻ്റെ സ്വാധീനത്തിലുള്ളതാണ് സകല കാര്യങ്ങളും. ആ നന്മകളെ ദൈവത്തിന് അനുഗ്രഹമാക്കി മാറ്റണമെങ്കിൽ ആ ദൈവസന്നിധിയിൽ നമ്മൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം ഒരു സംവിധാനം ദൈവജനത്തിൻ്റെ ഇടയിൽ അല്ലെ മനുഷ്യരുടെ ഇടയിലേക്ക് വെക്കുകയാണ്, ഒരു സൊല്യൂഷൻ വെക്കുകയാണ്. നിങ്ങൾ ദശാംശം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരിക. അതിനെ ദൈവം സ്വീകരിച്ചിട്ട് ആ 10% ദൈവം സ്വീകരിക്കുന്നുവെങ്കിൽ, അനുഗ്രഹമാക്കുന്നുവെങ്കിൽ, നമ്മുടെ കയ്യിൽ ശേഷിക്കുന്ന 90% നന്മയിന്മേലും ദൈവത്തിൻ്റെ അനുഗ്രഹം വരുവാനായിട്ട് ഇടയാകും. അങ്ങനെ ദൈവം ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കേണ്ടതിന് നമ്മളെ വാതിലുകളെ തുറന്ന്, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നമ്മളെ അനുഗ്രഹിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം ശപിച്ച ഒരു കാര്യത്തെയാണ് ദൈവം അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ദശാംശം എന്നുള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ ദശാംശമല്ല ഓഹരി എന്നുള്ള വചനവും ഉണ്ട് എന്ന്. എന്നാൽ ഈ ഒരു സംവിധാനം ദശാംശം എന്ന് പറയുന്ന കാര്യം അബ്രഹാമിൻ്റെ കാലം മുതൽക്കേ ഉണ്ട്. നമ്മൾക്കറിയാം, ന്യായപ്രമാണം ലഭിക്കുന്നത് മോശയുടെ കാലത്താണ്. എന്നാൽ ദശാംശം അബ്രഹാമിൽ നിന്ന് സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ന്യായപ്രമാണത്തിന് മുമ്പ് തന്നെ, മോശയുടെ കാലത്തിന് മുമ്പ് തന്നെ ദൈവം വെച്ചിരുന്ന ഒരു സംവിധാനമാണ് ദശാംശം. അബ്രഹാമിനെ ആരാണ് പഠിപ്പിച്ചത് ദശാംശം കൊടുക്കണമെന്ന്? അപ്പോൾ ദൈവം തന്നെയാണ് അബ്രഹാമിനെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ ഇടയായത്. അബ്രഹാം ദൈവത്തിന് ദശാംശം കൊടുത്തു, ദൈവം അത് സ്വീകരിച്ചു എന്ന് നമ്മൾക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അതുപോലെ തന്നെ യാക്കോബും ദൈവത്തിന് ദശാംശം കൊടുത്തിരുന്നു. അപ്പം പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ കാലം മുതൽക്കേ ഉള്ള ഈ ഒരു സംവിധാനത്തെ ദൈവം പുതിയ നിയമത്തിൽ മാറ്റിക്കളഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തുടരുക തന്നെയാണ്. നമ്മൾ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ നന്മകൾ ദൈവത്താൽ ബ്ലെസ്ഡ് ആയി തീരേണ്ടതിന് നമ്മൾ
ആലയത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് നമ്മളുടെ ഓഫറിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനം പറഞ്ഞ് നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ 10% കൊണ്ടുവരുമ്പോൾ ആ 10% ദൈവം സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് വചനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അബ്രഹാമിൻ്റെ കരങ്ങളിൽ നിന്ന് മൽക്കിസദേക്ക് ദശാംശം വാങ്ങിച്ചിരുന്നു, സ്വീകരിച്ചു. അതുപോലെ തന്നെ നമ്മൾ ആലയത്തിലായിരിക്കും കൊണ്ടുവരുന്നത്. ആലയത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെയാണ്, പാസ്റ്റേഴ്സിനെയാണ്. എന്നാൽ ദൈവം അത് സ്വീകരിക്കുകയാണ്. ലോകത്തിൽ ദൈവം അത് സ്വീകരിക്കുകയും നമ്മളെ അതിൻ്റെ ശേഷിക്കുന്ന 90%ലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുവാൻ ഇടയാകുകയും ചെയ്യും. അങ്ങനെ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമെന്ന് ദൈവം ഉറപ്പ് തരികയാണ്. അങ്ങനെ പരീക്ഷിച്ച് നോക്കുകയും എന്നാണ് ഈ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം വാക്ക് പറഞ്ഞാൽ വിശ്വസ്തനാണ്. ദൈവീയ സിസ്റ്റത്തിനകത്തുള്ള ഒരു സംവിധാനമാണ് ഓഫറിങ്. അതുകൊണ്ട് നമ്മൾക്ക് മടുപ്പ് കൂടാതെ, അതിനകത്തൊരു കൺഫ്യൂഷൻ കൂടാതെ ദൈവസന്നിധിയിൽ കൊടുത്ത് നമ്മൾക്ക് വീണ്ടും അനുഗ്രഹം പ്രാപിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.